ഹലോ അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. ഞാനും എൻ്റെ ചങ്ങായി ഈ പോണത് എങ്ങോട്ടാണെന്നല്ലേ, ഈ കാണുന്ന പള്ളിയിലേക്കാണ്. ഇതാണ് എൻ്റെ നാടായ അഗത്തിയിലെ തങ്ങിയപള്ളി. തങ്ങിയപള്ളിയിൽ ഇന്നാണ് നമുക്ക് അടിയന്തരം എന്ന് പറയുമ്പോൾ ആണ്ട് നേർച്ച. എല്ലാ വർഷവും ഈ പള്ളിയിൽ ഇതേപോലെ ഉണ്ടാവാറുണ്ട്. ഈ പള്ളിയിൽ മാത്രമല്ല കേട്ടോ അടിയന്തരം നടക്കാറ്, എൻ്റെ നാട്ടിലുള്ള മറ്റ് പള്ളികളിലും എല്ലാ വർഷവും അടിയന്തരം നടക്കാറുണ്ട്. ഇന്ന് നമുക്ക് ഈ പള്ളിയിലായതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. അടിയന്തരത്തിന് കിട്ടുന്ന ബീഫും ചോറും അത് എൻ്റെ നാട്ടുകാർക്ക് ഒരു വികാരം തന്നെയാണ്. അത് പറയാൻ കാരണം ഈ ചോറും കൂട്ടാനും കിട്ടുന്ന ടേസ്റ്റ് വേറെ എവിടെ നിന്നും കിട്ടൂല മക്കളെ. നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും എല്ലാ ചെറുപ്പക്കാരും കൂടിയിട്ട് ചോറും കറിയും റെഡിയാക്കുന്നുണ്ട്. ഈ കാണുന്ന ചോറൊക്കെ നാട്ടുകാർക്ക് തിന്നാനാട്ടോ. നാട്ടിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, പുറത്തുനിന്ന് വരുന്നവർക്കും ഈ ഫുഡ് കഴിക്കാം. അതാണ് നമ്മൾ ലക്ഷദ്വീപിന്റെ മൊത്തത്തിലുള്ള പ്രത്യേകത. ലുഹുർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പള്ളിക്കാർ ചോറ് ഇതേപോലെ സെറ്റാക്കി വെക്കും. ലുഹുർ കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന് പോണ തിരക്കാണ് ഈ ചോറ് കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക്. പള്ളിയുടെ 4 ഭാഗത്ത് നിറച്ച ആൾക്കാരായിരിക്കും. ഒരു രാത്രി മുഴുവൻ ഇവരെ നിന്നിട്ട് കഷ്ടപ്പെടുന്ന നമുക്കുള്ള ചോറിന് വേണ്ടിയിട്ടാ. ഇങ്ങനെയുള്ള ആണ്ട് നേർച്ച നടത്തുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലും. നമ്മൾ പിന്നെ അങ്ങനെയൊന്നും നോക്കാറില്ല. എവിടെ ചോറുണ്ടോ അവിടെ നമ്മൾ പോകും, അത്രേ ഉള്ളൂ. ഏതൊരു പള്ളിയിലെ പരിപാടി ആയിക്കോട്ടെ, അതിന്റെ മുന്നിൽ നിൽക്കാൻ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുണ്ട്. റസൂലുള്ളാഹിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട സയ്യിദ് യൂസുഫ് റബ്ബാനി എന്ന തങ്ങളുടെ പേരിലാണ് ഈ ഒരു ആണ്ട് നേർച്ച. ചെറിയ തങ്ങൾ കോയ എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോഴൊക്കെ നമുക്കുള്ള ചോറ് കിട്ടിയിട്ടാ. എന്റെ നാട്ടിൽ അടിയന്തരത്തിന് വരുന്ന ആൾക്കാർ ഇതേപോലെയാണ് ഇരിക്കാറ്. പരമ്പരാഗതമായി കിട്ടിയ ഈ ഒരു ഇരുത്തത്തിലൂടെയാണ് ആണ്ട് നേർച്ചക്കുള്ള ചോറ് നമ്മൾ കഴിക്കാറ്. ചെക്കന്മാരൊക്കെ ചോറ് തിന്ന് വിയർത്തിരിക്കണ്. കാടാണെങ്കിലും റോഡാണെങ്കിലും എവിടെ കയറിയിരുന്ന് നമ്മൾ ഈ ഫുഡ് കഴിക്കും. കൂടെ ഉള്ളവൻ കൂടുതൽ ചോറ് തിന്നെന്ന് പറഞ്ഞാണ് ഈ ഒരു തർക്കം. ക്യാമറ കണ്ടപ്പോഴേക്കും ചെക്കന്മാർക്ക് ഏത് മൂഡ്. ബാക്കി വരുന്ന ഫുഡ് ഇതേപോലെ കവറിലിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മളെപ്പോലെ തന്നെ ഈ ചോറും വെയിറ്റ് ചെയ്ത് വീട്ടിൽ നമ്മളെ ഉമ്മയും പെങ്ങന്മാരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. കാരണം അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ആണ്ട് നേർച്ചയുടെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. 2 പേര് തിന്നാലൊന്നും ഈ ചോറ് തീരൂല. വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഈ ഒരു പരിപാടിക്ക് വരാൻ പറ്റൂല. രാത്രി ആയിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. ബാക്കി വരുന്ന പണിയും കഴിഞ്ഞ് പള്ളിക്കാരെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും എന്തായാലും വൈകുന്നേരം കഴിയും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. അതുവരേക്കും ബൈ.